മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പച്ച മത്തി ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചോട്ടോ. അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ എനിക്കിത് ഇതിൻ്റെ ഉള്ളിൽ ഈ അഴുക്കൊക്കെ ഇല്ലേ, അത് നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. അപ്പോൾ കുറേ സമയം എടുക്കും. പക്ഷെ എന്നാലും ഞാൻ കിട്ടിയ ഉടനെ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ക്ലീൻ ചെയ്ത് കുറച്ചെടുത്ത് ഫ്രീസറിലോട്ട് വെച്ചു, നാളെ ഫ്രൈ ചെയ്യാൻ വേണ്ടി. ബാക്കി ഇരുന്ന് കുറച്ചെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ നാട്ടിലൊക്കെ വെച്ച് ഇങ്ങനെ ഉള്ളിയൊന്നും വഴറ്റാറൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടെ വഴറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ പൊടി മല്ലിപ്പൊടി മുളക് പൊടിയും മാത്രം കേട്ടോ ആഡ് ചെയ്തിട്ട് പുളിയിട്ട് വെള്ളം ഒഴിച്ച് പറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. പക്ഷേ നാട്ടിൽ ഇങ്ങനെയൊന്നുമല്ല. നാട്ടിൽ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. ഇങ്ങനെ ഉള്ളി വഴറ്റുക അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഇതുണ്ട് ആൽപ്പലീബിയുടെ സെയിം തന്നെ ഇവിടെ കിട്ടുന്ന ഒരു മിഠായി കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇതിന്. നാട്ടിൽ പണ്ട് സ്കൂളിൽ വെച്ച് ആൽപ്പലീബെ തിന്നുന്ന എൻ്റെ ഒരു മെമ്മറി ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ വാങ്ങിച്ചതായത്. നമ്മുടെ മീൻകറി എല്ലാം സെറ്റാക്കി. മീൻകറിയുടെ കൂടെ തന്നെ കുറച്ച് ക്യാബേജ് ഉണ്ടായിരുന്നു. ക്യാബേജ് തോരനും നമ്മൾ നാട്ടിൽ വെക്കുന്ന രീതിയിൽ തന്നെ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ക്യാബേജ് മെഴുക്കുവരട്ടി ആക്കിയിട്ടാണ് എടുക്കാറ്. ഇവിടെ തേങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടും, പക്ഷെ നല്ല റേറ്റാണ്. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല. ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ നാട്ടിലെ ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ മാത്രമേ ഞാൻ തേങ്ങ വാങ്ങിക്കാറുള്ളൂ.